എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കൃഷ്ണൻകോട്ട കായലിൻ്റെ തീരത്താണ്. ഒരുപാട് മത്സ്യസമ്പത്തൊക്കെയുള്ള ഒരു കായലാണിത്. കക്കയും മീനും ചെമ്മീനും ഒക്കെ ഒരുപാടുണ്ട് ഇവിടെ. മത്സ്യബന്ധനത്തിന് വേണ്ടി ഒരുപാട് ചീനവലകൾ ഇവിടെയുണ്ട്. അതിലൊരു ചീനവല കായലിലേക്ക് താഴ്ത്തുന്നതിൻ്റെ മനോഹരമായ ഒരു ദൃശ്യമാണിത്. ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ചെമ്മീൻ ഉപയോഗിച്ചിട്ട് നല്ലൊരു കിടിലൻ റെസിപ്പി ചെയ്യുന്നുണ്ട്. നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ചെമ്മീൻ കറി തയ്യാറാക്കാനായി 1/2 കിലോ ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് ചെമ്മീൻ 15 മിനിറ്റ് വേവുന്നവരെ വയ്ക്കാം. ഇതിലേക്ക് 200 ഗ്രാം കൂർക്ക ചേർത്ത് കൊടുത്ത് നന്നായി വേവിക്കാം. കൂർക്ക വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് തേങ്ങ ചിരവിയത് ഇതിലേക്ക് ചേർത്ത് നന്നായി വറുത്തെടുക്കാം. തേങ്ങ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. കൂർക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ച അരപ്പും ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം 4 കഷ്ണം കുടംപുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം.
അരപ്പെല്ലാം കറിയിൽ ചേരുന്നതിനായി 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കാം. അതിനുശേഷം കറി മാറ്റിവെക്കാം. കറിയിലേക്ക് താളിച്ച് ചേർക്കുന്നതിനായി 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ചുമന്നുള്ളി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇത് കറിയിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. വളരെ ടേസ്റ്റിയായ വറുത്തരച്ച ചെമ്മീൻ കൂർക്ക കറി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് രേഖപ്പെടുത്തണം. ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പുതിയ റെസിപ്പിയുമായി കാണാം. താങ്ക്